എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്രവിശേഷത്തിൽ മാതൃഭൂമിയെപ്പറ്റി തന്നെ പറഞ്ഞ് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ മാതൃഭൂമിയല്ല, കൂറഭൂമി എന്ന് തന്നെ വേണം വിളിക്കാൻ കേട്ടോ. കഴിഞ്ഞ എൻ്റെ ഒരു 5-6 വീഡിയോക്ക് വന്ന കമൻറ്റുകളിൽ പലതും ഇതാണ്: മാതൃഭൂമി എന്നുള്ള പേര് മാറ്റിയിട്ട് കൂറഭൂമി എന്ന് കൊടുക്കണം. പിന്നെ ഒരുപാട് മറ്റ് പേരുകളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്, ഞാൻ തൽക്കാലം പറയുന്നില്ല. അത് നിങ്ങൾ ഈ എൻ്റെ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും ഇന്നത്തെ തലക്കെട്ട് എന്താണെന്നറിയോ? ഉറപ്പുകൾ പറന്നു എന്നാണ്. എന്താണ് ഉറപ്പുകൾ പറന്നു? കൂറകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകളൊക്കെ പറന്നത്ര. എന്തുറപ്പായിരുന്നു നൽകിയത് മാതൃഭൂമിക്കാരാ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ CJP വേട്ട. CJPക്കാരെ, ഇവരുടെ സ്വന്തം ആൾക്കാരെ, കോക്രോച്ച് ജനതാ പാർട്ടിക്കാരെ വേട്ടയാടുന്നു അത്രേ. അതാണ് മെയിൻ സ്റ്റോറി. ഉറപ്പുകൾ പറന്നു. നടപടി തുടർന്നാൽ വീണ്ടും സമരം CJPക്കാർ പറയുകയാണ്. നിയമസഹായം നൽകാൻ സാക്ഷി വെബ്സൈറ്റ്. പാർലമെന്റിലും വൻ പ്രതിപക്ഷ പ്രതിഷേധം. ഇതൊക്കെ ഇന്നലെ നടന്ന സംഭവങ്ങൾ വിവരിക്കുകയാണ് എന്ന് വെക്കാം. പക്ഷേ ഇത് മാതൃഭൂമിക്കാര് ഈ വാർത്ത കൊടുക്കുന്നത്, ഇവരിതിനെ പൊലിപ്പിക്കുന്നത്, അതാണ് ഞാൻ പറയുന്നത്. ഉറപ്പുകൾ പറന്നു. മറ്റൊന്ന്, പോലീസ് അതിക്രമം അംഗീകരിക്കാനാവില്ല സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതിയുടെ ഒരു വിധിയൊന്നല്ലാന്നേ. ജസ്റ്റിസ് സൂര്യകാന്ത് വളരെ കൃത്യമായി പറഞ്ഞത്, സമാധാനപരമായി പ്രതിഷേധ സമരങ്ങൾ നടക്കുമ്പോൾ പോലീസ് ബലപ്രയോഗം നടത്തരുത്. ശരിയല്ലേ അത്? സമാധാനപരമായി. പക്ഷേ CJPക്കാര് അവിടെ പാർലമെന്റ് മാർച്ച് നടത്തിയത് സമാധാനപരമായിട്ടാണോ? നിങ്ങൾ വെറും ഈ കൂറപ്പത്രം മാത്രമല്ലല്ലോ വായിക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടില്ലേ അല്ലേ? പോലീസുകാരെ ആക്രമിക്കുന്നത്, അവിടെ വാഹനങ്ങൾ തല്ലി തകർക്കുന്നത്, ബാരിക്കേഡുകൾ ഇളക്കി വലിച്ചെറിയുന്നത്, കുപ്പികൾ വലിച്ചെറിയുന്നത്, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നത് ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ? അതിനെ പോലീസ് അടിച്ചമർത്തത് എന്നല്ല സുപ്രീം കോടതി പറഞ്ഞത്. ചീഫ് ജസ്റ്റിസ് വളരെ കൃത്യമായി, അത് വിധിയല്ലാന്നേ, ഒരു നിരീക്ഷണം ഇന്നാണ് പറയാൻ പോകുന്നത്. ഇന്ന് കൃത്യമായ കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസ് പറയും. അതിന്റെ മുമ്പേ ആവേശം അതൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. ബീഹാറിൽ സമരക്കാരെ നേരിടാൻ AK-47 തോക്കും. AK-47 തോക്ക് പൊട്ടിച്ചു നോക്കിയാ പറയുന്നത്. ശരി, AK-47 തോക്ക് കൊണ്ട് വെടിവെച്ചിട്ട് ആരും മരിച്ചില്ലല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ BJP സർക്കാരിനെതിരെ നടക്കുന്ന പ്രക്ഷോഭ സമരങ്ങളെ അടിച്ചമർത്തരുത്. ഇതാണ് ഈ കൂറപ്പത്രം പറയുന്നത്. പക്ഷേ ഇന്ന് മാതൃഭൂമി ചെയ്ത ഏറ്റവും വലിയ തെമ്മാടിത്തരം എന്ന് പറയുന്നത്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്നറിയോ? 2873 പേർ. എത്രയാണ്? 2873 കൊടും ക്രിമിനലുകൾ ഡൽഹി കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ഡൽഹി കലാപം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന പാറ്റ പാർട്ടികളുടെ ഈ ജന്തർ മന്ദറിലെ സമാധാന കൊണാപ്പുണ്ടല്ലോ, ആ സമാധാന കൊണാപ്പില് പങ്കെടുത്തത് 2873 കൊടും ക്രിമിനലുകളാണ് എന്ന് ഡൽഹി പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മാതൃഭൂമിക്കാരനത് വാർത്തയാക്കില്ല. മാതൃഭൂമിക്ക് അത് വാർത്തയല്ല. ഞാൻ നോക്കി, ഇതിലൊരിടത്തും അങ്ങനെ കണ്ടില്ല ഡൽഹി പോലീസ് പറയുന്നത്. ഇന്നിറങ്ങിയ പത്രങ്ങളിൽ ഞാൻ കാണിക്കാം. ഇന്നിറങ്ങിയ പത്രങ്ങളിൽ ഈ വാർത്ത ഞാൻ ചെറുതായിട്ട് ഒരു പത്രത്തിൽ കണ്ടു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു മലയാള മനോരമയിലാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക്. യെസ്, മലയാള മനോരമയുടെ 7ാം പേജിൽ ഒക്കെ കാണിക്കുന്നേ. ഈ മനോരമക്കാർ വലിയ എന്താ പറയാ, ഞങ്ങൾ മാന്യന്മാരൊന്നും വിചാരിക്കണ്ട. പക്ഷെ മാതൃഭൂമിയുടെ തെണ്ടിത്തരത്തിന് മുന്നിൽ ഇവരുടെ തെണ്ടിത്തരങ്ങൾ കുറവാണ്, അത്രയേ ഉള്ളൂ. ഇതാ ഈ മനോരമയുടെ 7ാം പേജിൽ താഴെ ഒരു സബ് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അറിയോ? 2873 ക്രിമിനലുകൾ എത്തി പോലീസ്. നിങ്ങൾ ആലോചിക്കണം, ഇന്നത്തെ മെയിൻ സ്റ്റോറിയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് പത്രങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മനോരമ കൊടുത്തത് ഇങ്ങനെയാണ്. ഒറ്റ പാരഗ്രാഫ് 7ാം പേജിൽ ആരും കാണാതെ താഴെ അതിങ്ങനെയാ പറയുന്നത്: ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർ CJPയുടെ സമരസ്ഥലത്ത് എത്തിയിരുന്നതായി ഡൽഹി പോലീസ്. വെറുതെ അവിടെ ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ടല്ല, ഡൽഹി പോലീസിന്റെ റിപ്പോർട്ടാണ്. എന്നിട്ട് മുഖം തിരിച്ചറിയാൻ കഴിയുന്ന ക്യാമറകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ജന്തർ മന്ദറിലും പരിസര പ്രദേശങ്ങളിലും അക്രമം അഴിച്ചുവിട്ടത് ഇവരാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. കൊലപാതകം, പീഡനം അടക്കമുള്ള കേസുകളിലെ പ്രതികളാണ് ഇവരിൽ പലരുമെന്നാണ് പോലീസ് പറയുന്നത്. 2873 പേർ. എന്നിട്ടാണ് പറയുന്നത്
CJP-ക്കാർ പറയുന്നത്. CJP-ക്കാർ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾ അക്രമം നടത്തിയിട്ടില്ല, ഞങ്ങളുടെ ഈ കൂട്ടത്തിലേക്ക് നുഴഞ്ഞു കയറി ആര്, ഇത്തരത്തിലുള്ള കുറെ വിഘടനവാദികൾ, കുറെ അക്രമികൾ ഞങ്ങളുടെ സംഘത്തിലേക്ക് ഇരച്ചു കയറി എന്ന് CJP-ക്കാർ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ CJP-ക്കാർക്ക് എങ്ങനെ പറയാൻ പറ്റുക ഈ പ്രക്ഷോഭകരെ ആരെയും പോലീസ് നടപടിയെടുക്കാൻ പാടില്ല എന്ന്? ഇതെങ്ങനെയാണ് അത് പറയുമ്പോഴത്തേക്ക് മാതൃഭൂമിക്ക് എങ്ങനെ പൊള്ളുക? ആ ഉറപ്പുകളൊക്കെ പറഞ്ഞു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭകരെ, ഇതിന്റെ വാർത്ത സ്വന്തം ലേഖകന്റെ വാർത്തയാണ്. പരീക്ഷാ ക്രമക്കേടിനെതിരെ ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടില്ലെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് പാഴായി. ഇവരെ വേട്ടയാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവരുടെ മറവിൽ ഈ പറയുന്ന അവിടെ അക്രമങ്ങൾ അഴിച്ചുവിട്ട എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ലക്ഷ്യം, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? ഇപ്പൊ CJP-ക്കാർ അതിൽ എത്രമാത്രം പങ്കാളികളാണോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഇവരുടെ സമരം വളരെ ജനീയ സമരമാണെന്ന് വിചാരിച്ചോ, വളരെ സത്യസന്ധമായ സമരമാണെന്ന് വിചാരിച്ചോ, പക്ഷേ ഈ CJP-ക്കാർക്ക് അറിയില്ലല്ലോ ആരൊക്കെയാണ് ഇവരുടെ കൂടെയുള്ളതെന്ന് അറിയില്ല. ഈ കൂട്ടത്തിലാണ് 2873 പേരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഐഡന്റിഫൈ ചെയ്യാൻ കിടക്കുന്ന എത്ര പേർ? ഇത് ഞാൻ വെറുതെ പറയുന്നല്ലോ കേട്ടോ. ഈ മാതൃഭൂമി ചെയ്ത തെണ്ടിത്തരം എത്രമാത്രം ഗുരുതരമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദേശീയ മീഡിയകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2,873 individuals accused of heinous crimes in the past who infiltrated the otherwise peaceful students' movement in the national capital. India Today has accessed the report that says, and I quote, we're directly quoting from this report that we've accessed, of the 2,873 such persons, 989 persons have antecedents in heinous offences comprising 101 involved in murder, 62 in attempt to murder, 284 in dacoity and robbery, 61 accused of rape, 6 in offences under POCSO or Protection of Children from Sexual Offences Act, 25 in cases of molestation. വളരെ സുദീർഘമായ റിപ്പോർട്ടാണ് ഇന്ത്യ ടുഡേ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിൽ നുഴഞ്ഞു കയറിയ ഇന്ത്യ വിരുദ്ധർ, ഇന്ത്യക്കുള്ളിലുള്ളതും ഇന്ത്യക്ക് പുറത്തുള്ളതും. ഇപ്പൊ തൽക്കാലം പോലീസ് വിളിച്ചത് ഇന്ത്യക്കുള്ളിലുള്ള ഇത്തരത്തിലുള്ള അക്രമികളെയാണ്. ഇനി ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്ന എത്ര പേർ, ഇതാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ കൂറപ്പത്രം പറയുന്നത് എന്താണ്? ഇവരെ ഒന്നും തൊടരുത്. ഇവരൊക്കെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോദിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. അട്ടിമറിക്കട്ടെ, മോദിയെ പിടിച്ച് താഴത്തിടട്ടെ, എന്നിട്ട് ഡൽഹി ഞങ്ങൾ പിടിക്കും, കൂറകൾ പിടിക്കുമെന്നാണ് ഈ പറയുന്ന തെണ്ടിത്തരം ഇവര് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെറ്റപ്പത്രം പറയുന്നത്. എന്താ നിങ്ങൾ തീരുമാനിക്കുക. ഇന്നലെ ഈ പത്രം ഞങ്ങളാണ് സത്യം പറയുന്നത്, ഞങ്ങൾ മാത്രമേ സത്യം പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കള്ള പരസ്യം കൊടുത്തിരുന്നല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ കണ്ടല്ലോ. മലയാളത്തിൽ തന്നെ ഇറങ്ങുന്ന ഈ സമകാലിക മലയാളത്തിൽ പറയുന്നു അവിടെ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച്. അതായത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ സമകാലിക മലയാളം, ഇന്ത്യൻ എക്സ്പ്രസിന്റെ മലയാള മാധ്യമം പാറ്റകളുടെ സമരത്തിനെത്തിയത് കാണുന്നുണ്ടോ? പാറ്റകളുടെ സമരത്തിനെത്തിയത് കൊലക്കേസ് പ്രതികളും പോക്സോ പ്രതികളും ഉൾപ്പെടെ 2873 ക്രിമിനലുകൾ. ആ വാർത്ത എങ്ങനെയായിരുന്നു? പാറ്റകളുടെ സമരത്തിനെത്തിയത് 2873 ക്രിമിനലുകൾ. ഇവരിൽ കൊലക്കേസ് പ്രതികളും പോക്സോ പ്രതികളും എന്ന് ഡൽഹി പോലീസ്. ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറകൾ വഴിയാണ് ഇവരെ കണ്ടെത്തിയത് എന്നും ആക്രമണങ്ങളിൽ ഇവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലെ അക്രമ സംഭവങ്ങളുടെ 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. പ്രതിഷേധക്കാർ നിരവധി തവണ സുരക്ഷാ വലയം ഭേദിക്കുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കല്ലെറിയുന്നതും പൊതുമുതൽ നശിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വെറുതെ പറയുന്നതല്ലോ, നിങ്ങളും കണ്ടതാണല്ലോ. ഈ കൂറപ്പത്രം കാണാത്തത് ഇവർ കണ്ടിട്ടില്ല, ഇവർ കണ്ടിട്ടേ ഇല്ല. സമാധാന സമരം അതിനെതിരെയാണത്രേ അമിത്ഷായുടെ പോലീസുകാര് നരനായാട്ട് നടത്തിയത്. സഹിക്കുന്നില്ല മാതൃഭൂമിക്ക്. ഇനിതാ ഇതിന്റെ വാർത്തയുടെ ബാക്കി. CCTV ദൃശ്യങ്ങളിൽ നിരവധി കേസുകളിൽ പ്രതികളായ ക്രിമിനലുകളെ കണ്ടെത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്ത 2873 പേരെ തിരിച്ചറിഞ്ഞതായും ഇതിൽ 989 പേർ കൊലപാതകം,
ശ്രദ്ധിക്കണേ, 989 പേർ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച, പോക്സോ, പീഡന കേസ് തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവരാണെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. കൊലപാതക കേസുകളിൽ പ്രതിയായ 101 പേരും കൊലപാതക കേസുകളിൽ പ്രതികളായ 101 പേർ. എന്തേ മാതൃഭൂമിക്കാരാ, ഇവരെ തൊടണ്ടേ വേണ്ടേ? ഇവരെയൊക്കെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് വല്ല സ്വദേശ പ്രഭാഷണമാണ്. കൊലപാതക ശ്രമത്തിൽ പങ്കാളികളായി 62 പേരും, കവർച്ച കേസുകളിൽ ഉൾപ്പെട്ട 281 പേരും, പീഡന കേസുകളിൽ പ്രതിയായ 61 പേരും, പോക്സോ കേസിൽപ്പെട്ട 6 പേരും, ലൈംഗിക ആക്രമണത്തിൽ പ്രതികളായ 25 പേരും ഉൾപ്പെടുന്നതായി ഡൽഹി പോലീസ് പറഞ്ഞു. പ്രതികൾ പൊതുമുതൽ നശിപ്പിക്കുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതും നിരോധനാജ്ഞ ലംഘിക്കുന്നതും ഉൾപ്പെടെയുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി എന്നാണ് പോലീസ് പറയുന്നത്. പോരെ, ഇത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ മലയാള മാധ്യമമായ സമകാലിക മലയാളത്തിൽ ഇന്ന് വന്ന വാർത്തയാണ്. ഇനി അവിടെ നിൽക്കട്ടെ, ഇനി അതിൽ കുറേയും കൂടി വിശദമായി മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് പാരമ്പര്യമുള്ള നമ്മുടെ രാജ്യത്തെ മറ്റൊരു മാധ്യമമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ്. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ തലക്കെട്ട് കണ്ടില്ലേ? 101 മർഡർ അക്യൂസ്ഡ് among 989 identified in CJP protest, Delhi police officials. ആ വാർത്ത എങ്ങനെയാണ്? As many as thousands of people who allegedly attacked police personnel and vandalized vehicles during the Cockroach Janta Party's, അതായത് CJP, Chalo Sansad March on July 20 have criminal records. Delhi police officials familiar with the matter told Hindustan Times on Monday. Of the 2,873 people identified through CCTV footage, 989 were found to have criminal antecedents, including cases of murder, dacoity, robbery, sexual assault, kidnapping and other offences. Among the 101 accused in murder cases, 42 have been booked in 2 or more criminal cases, while 12 have criminal histories spanning at least 10 cases. Of the 284 accused in dacoity and robbery cases, 155 have been booked in multiple criminal cases, including 31 who have been named in 10 or more cases according to the sources. The list also includes 135 people accused in snatching cases, 229 booked under the Arms Act 67 under the NDPS Act and 19 in kidnapping cases. Many of those identified are habitual offenders with multiple criminal cases against them, the official told Hindustan Times. അപ്പൊ ഇങ്ങനെ പോകുന്നു ഹിന്ദുസ്ഥാൻ ടൈംസിലെ വാർത്ത. ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നു. ഞാൻ നിങ്ങൾക്ക് തൽക്കാലം രണ്ടും ഹിന്ദുസ്ഥാൻ ടൈംസും പിന്നെ ഈ ഇന്ത്യ ടുഡേയും മാത്രമാണ്. ഇന്ത്യ ടുഡേയിലെ ഒരു വീഡിയോയും മറ്റ് ഹിന്ദുസ്ഥാൻ ടൈംസിലെ ഒരു പ്രിന്റ് മീഡിയയും അതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെയൊക്കെ കപടമുഖം മലയാളികൾ എന്ന് തിരിച്ചറിയുന്നോ അന്ന് മാത്രമേ നമ്മുടെ രാജ്യം ഇവിടെ ഒറ്റക്കെട്ടായി നിലനിൽക്കുകയുള്ളൂ. ഇതിനെ ശിഥിലീകരിക്കാനാണ് ഈ പറയുന്ന കൂറപ്പത്രം ശ്രമിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.